അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി, സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയിലെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ഇന്ത്യയിൽ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജയെ അറിയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് സുൽത്താനുൽ ഹിന്ദ് തങ്ങൾ അറിയപ്പെട്ടത്? അവിടുത്തെ ഉന്നതമായ സ്വഭാവം കൊണ്ടും ജീവിത ശൈലി കൊണ്ടും ഒരുപാട് ആളുകൾ നന്നായിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസേന അത്താണിയായ മഹാനാണ്. അതാണ് ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും അവിടെ സന്ദർശകരായി എത്തുന്നു. എല്ലാവർക്കും അവർക്ക് തക്കതായ പരിഹാരങ്ങൾ ലഭിക്കുന്നു. അജ്മീർ ഖാജയോട് ആരെങ്കിലും കളിച്ചാൽ അവനിക്ക് അതിൻ്റെതായ ശിക്ഷകളും അതിൻ്റെതായ ഫലങ്ങളും അറിയപ്പെടുന്നു. അങ്ങനെയുള്ള ഖാജയുടെ മഖ്ബറയെ സംബന്ധിച്ച്, ദർഗയെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങളും കേസുകളും ഫയൽ ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ അവരോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ മഹാന്മാർ, അവർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു, അള്ളാഹുവിൻ്റെ സ്നേഹത്തോടുകൂടെ മരിച്ചുപോയ, വഫാത്തായി പോയ ആളുകളാണ്. അവരോട് നാം കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ചില ആളുകൾ അജ്മീർ ഖാജയുടെ വിവരം പറയുമ്പോൾ പറയുന്നു, എന്ത് അജ്മീർ ഖാജയുടെ ദർഗ, അതിൻ്റെ വില ഒന്നുമില്ല, എത്ര പള്ളികളാണ് പൊളിക്കപ്പെട്ടത്, പിന്നെയല്ലേ അജ്മീർ ദർഗ എന്ന് പറയുന്നു. സുഹൃത്തുക്കൾ, ഒന്ന് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹു തആല അവരുടെ ജീവിതത്തിലും അവർ വഫാത്തിൻ്റെ ശേഷം വേണമെങ്കിൽ ജീവിതത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പവറിൽ അവർ ഉണ്ടാകുന്നു എന്നത് നാം മുസ്ലിമുകളായ എല്ലാവരും അത് മനസ്സിലാക്കിയവരാണ്. മനസ്സിലാക്കാത്ത ആളുകൾ ഇസ്ലാമിനെ പറ്റി അറിയാത്തവരാണ്. മഹാന്മാരെല്ലാം ഉദാഹരണം നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖബറിൽ മൂസാ നബി നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നും, ആകാശലോകത്ത് ആറാനാകാശത്തിൽ റസൂലുള്ളാഹിനെ കാത്തു നിന്നതുമായ സംഭവങ്ങൾ നാം ഓർക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇരിക്കുന്നതിനേക്കാൾ അത്ഭുതത്തിലാണ് അവർ അമ്പിയാക്കളും ഉള്ളത്. അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങളും പഠിച്ചവർക്ക് മനസ്സിലാവും, പഠിക്കാത്ത ആളുകൾക്ക് അതാണ് ഒന്നും മനസ്സിലാവൂല. അവർ അറിയാത്തതിൻ്റെ ശത്രുക്കളാണ് എന്നല്ല പറഞ്ഞത്. അന്നാസു അഅദാഉ മാ ജഹിലു, അറിയാത്തതിൻ്റെ ശത്രുക്കളാണ്. വിവരക്കേട് ഇങ്ങനെ പറയുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അജ്മീർ ഖാജയെ സംബന്ധിച്ച് അവിടുത്തെ ആ കറാമത്തും ആ മഹത്വങ്ങളും എല്ലാവരും അറിഞ്ഞതാണ്, എല്ലാവരും മനസ്സിലാക്കിയതാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഖാജ തങ്ങളോട് കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ തക്കതായ ശിക്ഷ ഇവിടെ കാണും വിധം തന്നെ കാണും, എല്ലാവരും അറിയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഹയാത്ത് കാലത്തും അങ്ങനെ തന്നെയാണ്, വഫാത്തിൻ്റെ ശേഷവും അങ്ങനെ തന്നെയാണ്. എത്രയോ ആളുകൾ അജ്മീർ ഖാജനെ തകർക്കാൻ വേണ്ടി ജീവിതത്തിലും ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, വലിയ വലിയ രാജാക്കന്മാരടക്കം. അതുപോലെ തന്നെ വഫാത്തിന്റെ ശേഷവും പല കുതന്ത്രങ്ങളും പല ആളും കളിച്ചിട്ടുണ്ട്. അവരെല്ലാം അല്ലാഹു തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കണ്ണി ഇവരുമായി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഖാജാ തങ്ങളുടെ ആ ഒരു പരിസരത്തേക്ക്, അവിടത്തേക്കൊരു പ്രയാസവും ഉണ്ടാവൂല എന്നതാണ് മുസ്ലിമുകളായ ആളുകളുടെ ഒരു വിശ്വാസം. കാരണം മഹാന്മാരുടെ അവർ ഇരിക്കുന്ന സ്ഥലങ്ങൾ അത് വലിയ മഹത്വം അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യങ്ങളിൽ ഏർപ്പെട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമയം കളയാതെ, എന്തെങ്കിലും ആഖിറത്തിന്റെ കാര്യം ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഒന്നും ദഹിക്കുന്നില്ലെങ്കിൽ ദുനിയാവിലെങ്കിലും എന്തൊക്കെ സമ്പാദിച്ചും ഉണ്ടാതിരിക്കുക എന്നല്ലാതെ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള ജീവിതം കൂടി തകർക്കണ്ട എന്ന് മാത്രമാണ് വിനയത്തോടെ ഈ സന്ദർഭത്തിൽ എല്ലാവരോടും പറയാനുള്ളത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.